ഹായ് ഹലോ. അപ്പോൾ ദേ ഇന്ന് ഉച്ചത്തേക്ക് കറി വെക്കാനായിട്ട് നമുക്ക് നല്ല ചൂരമീനും അയലയും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ദേ നമുക്ക് പെട്ടെന്ന് തന്നെ അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി നല്ല ചൂരമീൻ മുളക് കറിയും അയല ഫ്രൈയും ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ദേ പെട്ടെന്ന് തന്നെ ഞാൻ മീനൊക്കെ കഴുകി വൃത്തിയാക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് ആവശ്യമുള്ള മീൻ മാത്രമേ എടുക്കുന്നുള്ളൂ, ബാക്കി നമുക്ക് നാളെ എടുക്കാം. അപ്പോൾ ദേ കഴുകിയ മീനൊക്കെ ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ മീൻ കറിക്ക് വേണ്ടിയുള്ള പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, കൊച്ചുള്ളി ഇതെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് പുളി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം നമ്മൾ വിറകടുപ്പിലാണ് ഉണ്ടാക്കാറ്. അപ്പം എല്ലാ കറിയും വിറകടുപ്പിൽ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ കുറച്ച് ലൈറ്റിൻ്റെ ഇഷ്യൂസൊക്കെ വരും ഇവിടെ. അപ്പം കുറച്ച് വെട്ടമൊന്നുമില്ല, അപ്പോൾ അതൊക്കെ ഒന്ന് ക്ഷമിക്കുക. ഇതേ ചട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ചട്ടി നല്ല ചൂടായി കഴിയുമ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ നല്ല ചൂടായി വരുമ്പോഴത്തേക്ക് കടുക്, ഉലുവ ഇട്ട് കൊടുക്കുക. അതും നല്ല ഒന്ന് പൊട്ടിക്കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കൊച്ചുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതെല്ലാം ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. വഴറ്റി നല്ല ഇച്ചിരി ഗോൾഡൻ കളറാവുന്ന വരെ കേട്ടോ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പം ഞാൻ ഇതിൻ്റെ കൂടെ തന്നെയാണ് കേട്ടോ പുളി, വെള്ളത്തിലിട്ട് വെച്ച പുളിയും കൂടെ ചതച്ച് ചേർക്കുന്നുണ്ട്. അങ്ങനെയും ചേർക്കാം, അല്ലാതെയും ചേർക്കാം. ഞാനിങ്ങനെയൊക്കെ ചേർക്കാറുണ്ട്. അപ്പം അതുമൊക്കെ ഒന്ന് സെറ്റായി വരുമ്പോഴത്തേക്കും നമുക്ക് മസാലകളായ മുളക്, മല്ലി ഇതെല്ലാം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം അതെല്ലാം അതിൻ്റെ കുത്തൽ മണമൊക്കെ ഒന്ന് മാറി കുറച്ച് എണ്ണയൊക്കെ തെളിഞ്ഞ് വരുമ്പോഴത്തേക്കും നമുക്ക് അതിലേക്ക് നല്ല ചൂട് വെള്ളം ഒഴിച്ചു കൊടുക്കണം. മീൻ ആവശ്യമായിട്ടുള്ള വെള്ളമാണ് കേട്ടോ ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പം ദേ അതൊക്കെ ഒഴിച്ചു കൊടുത്തു. ഇനിയിപ്പം അത് കുറച്ച് ഉപ്പും കൂടെയൊക്കെ ഇട്ടിട്ട് മൂടി വെച്ച് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ദേ നമ്മുടെ അരപ്പൊക്കെ ഇവിടെ നല്ല തിളച്ച് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിനകത്തോട്ട് നമ്മുടെ മീൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. മീൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളിങ്ങനെ ചട്ടി ഒന്ന് ചുറ്റിച്ചാണ് വെക്കാറ്. പക്ഷേ എനിക്കിപ്പോൾ ഒരു കയ്യിൽ ഫോൺ ഇരിക്കുന്നതുകൊണ്ട് അത് പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ആ തവി വെച്ച് തന്നെ ഞാൻ ജസ്റ്റ് എല്ലാം ഒന്ന് ബാലൻസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പം ഇത് അടച്ച് വെച്ച് ചെറുതീയിൽ അവിടെ കിടന്ന് നന്നായിട്ട് ആയി വരട്ടെ. അപ്പം തൊട്ടടുപ്പിൽ തന്നെ ഞാനാണെങ്കിൽ കുറച്ച് അയല ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ദേ നമ്മുടെ മീൻ കറി ഇവിടെ തിളച്ച് നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ഇനി കുറച്ച് കറിവേപ്പിലയൊക്കെ ഇട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ തൂവി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മീൻ കറി സെറ്റായി. അപ്പോൾ ദേ ഇതാണ് നമ്മുടെ മീൻ കറി. ഓക്കെ, ഇനിയിപ്പോൾ ദേ ഈ മീൻ കറിയും ചൂട് മീൻ കറിയും ചോറും അയല ഫ്രൈയും കൂട്ടി ഞാൻ ഉച്ചയോണ് കഴിക്കാൻ പോവുകയാണ്. ഞാൻ ഇങ്ങനെയാണ് മീൻകറി വെക്കാറ് സാധാരണ. അപ്പം ഇതിലും നന്നായി വെക്കുന്നവർ കാണും, അവർ കണ്ടിട്ടൊന്നും പറയരുത് കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ ചോറ് കഴിക്കാൻ പോവുകയാണ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബായ്.